ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ ലൗദ് ഖുർആൻ മാസ്റ്റേഴ്സ്, കണ്ടസ്റ്റന്റ് ചെയർ, ജഡ്ജസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അനീസ ഷഫീഖ്. അല്പം മുമ്പ് ഇവിടെ പ്രഭാഷണം നടത്തിയ അനസ് ബിൻ സയ്യിദ് മാസ്റ്ററുടെ പ്രഭാഷണത്തെ ഇവാലുവേറ്റ് ചെയ്ത് സംസാരിക്കുക എന്നതാണ് എന്നിലെ ദൗത്യം. വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം സൂറ അസ്-സബഇലെ 10-ാമത്തെ വചനത്തെ തദബ്ബുർ ചെയ്തുകൊണ്ടായിരുന്നു അനസ് മാസ്റ്റർ ഇവിടെ സംസാരിച്ചത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില മോജസത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ആയത്തിൽ പർവ്വതങ്ങളോടും പക്ഷിലതാദികളോടും ദാവൂദ് അലൈഹിസ്സലാമിക്കൊപ്പം പ്രകീർത്തനം ചെയ്യുവാനുള്ള അള്ളാഹുവിന്റെ ആജ്ഞയും ദാവൂദ് അലൈഹിസ്സലാമിക്ക് ഇരുമ്പിനെ മൃദുലമാക്കി കൊടുത്തതിനെ കുറിച്ചും വളരെ മനോഹരമായി അനസ് മാസ്റ്റർ ഇവിടെ തദബ്ബുർ ചെയ്യുകയുണ്ടായി. സബൂർ ആണ് ദാവൂദ് അലൈഹിസ്സലാമിക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥം എന്നും അത് അദ്ദേഹം വളരെ മനോഹരമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നും അത് പാരായണം ചെയ്യുന്നതിനായി മലമുകളിലേക്ക് പോകുമ്പോൾ പക്ഷിലതാദികൾ അദ്ദേഹത്തെ അനുഗമിക്കാറുണ്ടായിരുന്നു എന്ന മുഫസ്സിറുകളുടെ വിശദീകരണവും അതുപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാമയുടെ ശബ്ദമാധുര്യത്തെക്കുറിച്ചുള്ള പ്രവാചക വർണ്ണനയും എല്ലാം വളരെ മനോഹരമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ അനസ് മാസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അനസ് മാസ്റ്ററുടെ പ്രഭാഷണത്തിലെ ഹൃദയസ്പർശിയായി തോന്നിയ 2 സംഗതികൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ ആലാപന രീതി. പാരായണ നിയമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് മധുരമായി അദ്ദേഹം ഇവിടെ പാരായണം ചെയ്തു പ്രസ്തുത ആയത്ത്. മറ്റൊന്ന്, ഈ ആയത്തിന് ഉദ്ബോധനമായി അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് സെലക്ഷൻ. സ്വന്തമായി അധ്വാനിച്ച കൈകൾ കൊണ്ടേ അദ്ദേഹം ഭക്ഷിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന ആ ഹദീസ് പ്രസ്താവന. രാജപദവിയിൽ ഇരുന്നിട്ടും പ്രകീർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. ഇതൊക്കെ കേവലം ഒരു പ്രഭാഷണത്തെക്കാൾ ഉപരി വളരെ ഹൃദയസ്പർശിയായ സന്ദേശമായിരുന്നു ശ്രോതാക്കളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു ഇവാലുവേറ്റർ എന്ന നിലയിൽ തുടർന്നു വരുന്ന അവസരങ്ങളിൽ അനസ് മാസ്റ്റർക്ക് കൂടുതൽ മികവോടെ പ്രബോധകരിലേക്ക് ഇറങ്ങാൻ 2 നിർദ്ദേശങ്ങൾ എനിക്ക് നൽകാനുള്ളത്. ഒന്ന്, അദ്ദേഹം ആ ക്യാമറ ചെസ്റ്റ് ലെവലിൽ അറേഞ്ച് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐ കോണ്ടാക്റ്റ് ഓഡിയൻസുമായി ഒന്നുകൂടി നന്നായി നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചേനെ. മറ്റൊന്ന്, ഇമോഷണൽ ഭാഗങ്ങളിൽ ഒരു ചെറിയ പോസ് നൽകിയിരുന്നുവെങ്കിൽ, ആ സ്വന്തമായി അധ്വാനിച്ച കൈകൾ കൊണ്ടേ ഭക്ഷിച്ചിരുന്നുള്ളൂ എന്നൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ പോസ് കൂടി നൽകിയിരുന്നുവെങ്കിൽ ആ ഇമോഷണൽ ലെവൽ കൂടുതൽ ആകർഷകമായി ശ്രോതാക്കളിലേക്ക് എത്തുമായിരുന്നു. തുടർന്ന് വരുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിന് നമുക്കും വളരെ മികച്ച രീതിയിൽ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.